ഈ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററായ ശ്രീ എ കെ ആന്റണിയുടെ വീട്ടിൽ ഡിഫൻസ് മിനിസ്റ്റർ വീട്ടിലുള്ള ഒഫീഷ്യൽ ഓഫീസിൽ ഡിഫൻസ് മിനിസ്റ്റർ വീട്ടിലുള്ള ഒഫീഷ്യൽ ഓഫീസിൽ എ കെ ആന്റണി കൊണ്ടുപോകുന്ന ആയുധ ഡീലുകളുടെ ഫയലിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിൽപ്പന നടത്തി പണം വാങ്ങുന്ന ഒരു വലിയ ദല്ലാളായിരുന്നു ഈ അനിൽ ആന്റണി. ഒബ്രോയ് ഹോട്ടൽ, നിസാമുദ്ദീനിലെ ഒബ്രോയ് ഹോട്ടലിലെ റൂമുകളിൽ കേന്ദ്രീകരിച്ച് CBC സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട PJ തോമസ് IASഉം മിസ്റ്റർ ആൻഡോ ഫ്രം ബാംഗ്ലൂരും ഈ അനിൽ ആന്റണിയും ചേർന്നാണ് ബ്രോക്കർ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അനിൽ ആന്റണി ഇത് നിഷേധിക്കുകയാണെങ്കിൽ ഞാനൊരു സംവാദത്തിന് തയ്യാറാണ്. അനിൽ ആന്റണിയെ വെച്ച് പത്തനംതിട്ടയിലോ എവിടെയോ ഞാൻ അനിൽ ആന്റണിക്കെതിരെ ശക്തമായ അഴിമതി ആരോപണമാണ് കൊണ്ടിരുന്നത്. കൈക്കൂലി മേടിക്കലും, അതായത് ദല്ലാൾ എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടിക്കണവനുണ്ട്, കൂട്ടിക്കൊടുക്കണവനുമുണ്ട്. അതിനകത്ത് രണ്ടാമത്തെ പ്രവൃത്തി നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അനിൽ ആന്റണി. ഇന്നിപ്പോ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ്, എനിക്ക് കോൺഗ്രസിനോട് പ്രതിബദ്ധതയൊന്നുമില്ല, അവിടെ മത്സരിക്കുന്ന LDF കാൻഡിഡേറ്റിനോടും ഒരു പ്രതിബദ്ധതയില്ല, കോൺഗ്രസ് കാൻഡിഡേറ്റിനോടും ഇല്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കണ്ട്, അദ്ദേഹത്തിന്റെ പിതാവിനെതിരെ, അതാണ് ഞാനിത് പറയാനിടയായ, പിതാവിനെ വച്ച് വിലപേശി പണം വാങ്ങിയിരുന്ന ആളായിരുന്നു അനിൽ ആന്റണി. രണ്ട്, അന്ന് CBI ഡയറക്ടർക്ക് UPയുടെ അവസാന കാലഘട്ടം, രണ്ടാം UPയുടെ കാലഘട്ടത്തിൽ CBI ഡയറക്ടർക്ക് ഒഫീഷ്യൽ റെസിഡൻസ് നോട്ടിഫൈ ചെയ്ത് നമ്പർ 2 ജൻപത്. ഈ നമ്പർ 2 ജൻപതില് നിത്യ സന്ദർശകനായിരുന്നു അനിൽ ആന്റണി. അവിടുത്തെ വിസിറ്റിംഗ് ഡയറിയിൽ അനിൽ എന്ന പേരിൽ സൈൻ ചെയ്യും. പക്ഷേ ഈ ആരോപണം മുഴുവൻ അന്ന് അനിൽ അംബാനിയുടെ തലയിൽ വന്ന് അനിൽ അംബാനി CBI ഡയറക്ടറെ കാണാൻ ഒരു തവണ ചെന്നതിന് ശേഷം അനിൽ ആന്റണി വിസിറ്ററായി ചെന്നിട്ട് അനിൽ അംബാനി ഇടുന്ന അതേ ഒപ്പ് ഡിറ്റോ പോലെ അനിൽ ആന്റണി ഇട്ട്. പക്ഷെ ആരോപണം 22 തവണ CBI ഡയറക്ടർ രഞ്ജിത് സിംഗെ കണ്ടത് അനിൽ അംബാനി എന്നുള്ള ആരോപണം നേരിട്ട്. അത്രയ്ക്ക് വലിയ മാൽ പ്രാക്ടീസുകാരനാണ് ഈ അനിൽ ആന്റണി. അയാളാണ് ഇപ്പൊ ആദർശം പറയുന്നത്. കോൺഗ്രസുകാരോട് പാകിസ്ഥാനിലേക്ക് പോകും, അയാളുടെ അച്ഛനോടടക്കം പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നത്. ഇതാണ് എനിക്ക് അനിൽ ആന്റണിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി തെളിവ് വേണോ? അനിൽ ആന്റണി നിഷേധിക്കട്ടെ. 25 ലക്ഷം റുപ്യ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഞാൻ അന്നിട്ട് ആ NDA മന്ത്രിസഭ വന്നപ്പോൾ അന്നത്തെ NDA മന്ത്രിസഭയിൽ പരാതി കൊടുക്കാൻ തുനിഞ്ഞതാണ്. പിന്നെ മാറ്റിവെക്കപ്പെട്ടാണ്. എന്നോട് PJ കുര്യൻ ഇടപെട്ട് പറഞ്ഞ് പ്രസിഡന്റിനെ നാറ്റിക്കരുത്. എ കെ ആന്റണി പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. PJ കുര്യൻ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കും, അദ്ദേഹം നിഷേധിക്കട്ടെ. VT തോമസ് മരിച്ചുപോയി, പക്ഷേ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഉമാ തോമസിന് വിവരം അറിയാം, എന്റെ പണം തിരിച്ചു തന്നു. പക്ഷേ ഇതുപോലത്തെ ഒരു ഡൽഹിയിൽ അറിയപ്പെടുന്ന ഡിഫൻസ് രേഖകൾ ഒരു പ്രയോജനവും ഇല്ലാതെ ഫോട്ടോ കോപ്പി എടുത്ത് ആളുകളെ പറ്റിച്ച് പണം വാങ്ങിയിരുന്ന ഒരാളായിരുന്നു അനിൽ ആന്റണി.